ആശംസകൾ നേരുന്നു. ഇവിടെ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, സാംസ്കാരിക നായകർ, കൗൺസിലേഴ്സ് എന്നിവർ നയിക്കുന്ന വർണ്ണശബളമായ കാർണിവൽ റാലിയാണ് ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നത്. ഏവർക്കും പുതുവത്സരാശ നിർദ്ദേശപ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, അഭ്യർത്ഥിക്കുന്നു. കാണികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ
ഞാൻ പറ ഡിയാഗോ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതം എന്റെ തമ്പുരാന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതിന്റെ ഉടമയെ കണ്ടെത്തി ഇത് തിരിച്ചേൽപ്പിച്ചാൽ ഫാറൂസ് പോവും. തമ്പുരാനാണ് പുറകിലിരിക്കണത്. പുറകിലിരിക്കണുണ്ട് തമ്പുരാൻ. എന്റെ തമ്പുരാന്റെ എല്ലാ കാര്യങ്ങളും പിന്നാണ്ടി Spider-Man. Ayo tabla. ചേട്ടാ ഒന്ന് തിങ്ങിക്കുവാ. എന്തായാലും കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. अस्सलाम वालेकुम. वालेकुम अस्सलाम. हैप्पी न्यू ईयर. आ गफूर का दोस्त हबीबी अच्युत मामा. अच्युत मामा जो गेट है
Arts Welfare Association. സംഗീതം നുകരുകയും അതിന്റെ പുരോഗമനപരമായ അംശങ്ങൾ തിരിച്ചറിയുകയും തികച്ചും കേരളീയമായ രീതിയിൽ അതിൽ
കലാകാരനായ സ്വാതി തിരുനാൾ മഹാരാജാവിന് സമക്ഷം അവതരിപ്പിക്കുന്ന സംഗീത സദസ്. സ്വാതി തിരുനാൾ പരിവാരങ്ങളും സമയത്തും ദർശനത്തിനായി എഴുന്നള്ളുന്നു. ദേവി ആദിപരാശക്തിയുടെ തിരുമുന്നിൽ ഉദയന്നൂർ കൊട്ടാരത്തിലെ ഉത്രാടം തിരുനാൾ മഹാരാജാവ് സുപുത്രിയുടെ ആണ്ടുപിറന്നാളിനോടനുബന്ധിച്ച് രാജകുമാരിയും പരിവാരങ്ങളും സമേതം ദർശനത്തിനായി എഴുന്നള്ളുന്നു. ഇറങ്ങിക്കോട്ടാ, പക്ഷേ വലിയ വണ്ടിയാ ഇറങ്ങിക്കോട്ടാ. നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും നമുക്കറിയാം. നന്മയുള്ള മനസ്സുകൾ കൂടിയാണ് മതം. പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ സ്ഥാപിതമായതാണ് മതം. ഐക്യത്തിൽ പാഠങ്ങളായി മതങ്ങൾ മാറണം. വൈരവും
അക്രമവും യുദ്ധവും കൊലപാതകവും സൃഷ്ടിക്കുന്ന ദുഷ്ടശക്തികളാവാതെ തന്നിലൊക്കുന്ന കഴിവിന്റെ കടങ്ങളാവണം ഓരോ മതവും. സാഹോദര്യത്തിൽ ആഴപ്പെടുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാത്ത മനുഷ്യരെ വളർത്തുവാൻ ലോകമെന്നും മനുഷ്യന്റെയും അവൻ അധിവസിക്കുന്ന ഭൂമിയുടെയും നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും നമുക്കറിയാം. നന്മയുള്ള മനസ്സുകൾ ഒന്നുചേരുമ്പോൾ ഭൂമിയാവപ്പെടാത്ത മനുഷ്യരെ വളർത്തുവാൻ ലോകമെങ്ങും മതങ്ങൾ നിലകൊള്ളട്ടെ എന്ന ആഗ്രഹത്തോടെ ടീം സിൽവസ്റ്റർ കൊച്ചി. Ita Dominus Pater Dominus Dominus Spiritus Sancto ടീം സിൽവസ്റ്റർ കൊച്ചിൻ അവതരിപ്പിക്കുന്ന വ്യത്യസ്തതകളുമുണ്ട്. എന്നാൽ ജ്ഞാനത്വത്തിൽ ഏകത്വമെന്നും മനുഷ്യന്റെയും അവൻ അധിവസിക്കുന്ന ഭൂമിയുടെയും നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും നമുക്കറിയാം. നന്മയുള്ള മനസ്സുകൾ ഒന്നുചേരുമ്പോൾ ഭൂമിയാവുന്ന നീലഗ്രഹത്തിന്റെ ചാരുത കാക്കുവാൻ സാധിക്കുമെന്ന് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് ഓർക്കാം. ലോക സമാധാനത്തിന് എല്ലാ മതങ്ങളും കൈകോർക്കണം. കാരണം ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഏറ്റവും സ്വാധീനമുള്ള ചാലക ശക്തിയാണ് മതം. പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ സ്ഥാപിതമായവയാണ് മതങ്ങൾ. മതങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഈ ലോകത്ത് എന്നെയും നിന്നെയും ഐക്യത്തിൽ നിലനിർത്തുന്ന താരങ്ങളായി മതങ്ങൾ മാറണം. വൈരവും അക്രമവും പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം അഗസ്ത്യർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാത്മാ അയ്യൻകാളി 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവത്തിന്റെ തുടക്കവും ഇവിടെ നിന്നാണ്. മഹാത്മാഗാന്ധി ബഹുമാന പുരസ്സരം പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളി എന്ന യുഗപുരുഷന് മുൻപിൽ പ്രണാമങ്ങളോടെ ഫീൽഡ്സ് കൊച്ചിൻ. ആക്രമിക്കുന്നു. കൃഷിയും സ്വത്തും പാടെ നശിപ്പിക്കുന്നു. ഇതാണിപ്പോൾ കുറച്ചു കാലമായി മലയോര പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. മലയോരത്ത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. എന്നാൽ എത്രയോ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയുമാണ്. കാട്ടാനകളും കാട്ടുപന്നികൾക്കും പുറമെ കടുവയും പുലിയും വരെ ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യന്റെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാവുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറുന്ന കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം